ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്, ഉണ്ടാക്കാനായിട്ട് ഈസിയുമാണ്. അപ്പോൾ ഈ ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെയും ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റിയതിനു ശേഷം ഇതേ പാനിലേക്ക് തന്നെ 1/4 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടിയും ചേർത്തതിന് ശേഷം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ അരിപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അരിപ്പൊടി കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നന്നായിട്ടൊന്ന് ഉടച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ചൂടിലായി കഴിഞ്ഞാൽ കുറേശ്ശെയായിട്ട് അരിപ്പൊടി എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്നാക്കി സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരം റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.